സംസ്ഥാനത്ത് പലയിടത്തും മഴ ശക്തമാകുന്നുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. 6 ജില്ലകളിൽ റെഡ് അലേർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നിലനിൽക്കുകയാണ്. 3 മണിക്കൂർ നേരത്തേക്കാണ് ഈ മുന്നറിയിപ്പ്. തിരുവനന്തപുരം കൗടിയാറിൽ കനത്ത മഴയിൽ മരച്ചില്ല ഒടിഞ്ഞു വീണു. മീര മനോഹരൻ ചേരുന്നുണ്ട്. മീര, റെഡ് അലേർട്ടുണ്ട് പല ജില്ലകളിലും, പലയിടത്തും മഴ തുടരുന്നുണ്ട്. ഇപ്പോൾ മീര ഫ്രെയിമിൽ കാണുമ്പോൾ തന്നെ എനിക്കറിയാം തിരുവനന്തപുരത്ത് നല്ല മഴയാണ്. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? ആശങ്കപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ മഴ തന്നെയാണ് തലസ്ഥാനത്ത് നിലവിൽ. ഇപ്പോൾ ഇടിമിന്നലോട് കൂടിയ മഴയാണ്. കവടിയാർ ഉൾപ്പെടെ മരച്ചില്ല ഉൾപ്പെടെ റോഡിലേക്ക് വീണ് ഗതാഗതം ഉൾപ്പെടെ ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂരാണ്. അല്പം മുൻപ് വരെ ഇവിടെ റോഡിൽ വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. നിലവിൽ അത് മാറിയിട്ടുണ്ട്. പക്ഷേ മഴ ഒട്ടും തന്നെ തോർന്നിട്ടില്ല. ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. തലസ്ഥാനം മഴയിൽ തന്നെയാണ് നിൽക്കുന്നത്. 5 ജില്ലകളിൽ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ 6 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഇപ്പോൾ പ്രവചിച്ചിട്ടുള്ളത്. മറ്റു ജില്ലകളിൽ പാലക്കാട്, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും തലസ്ഥാനത്ത് ഇപ്പോഴും ശക്തമായി തന്നെ മഴ തുടരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സേതു. ശരി മീര, ഈ മലയോര മേഖലകളിലേക്കടക്കം എന്തെങ്കിലും യാത്രാ നിരോധനമൊക്കെ ഉണ്ടോ മീര? നിലവിൽ അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല സേതു. നിലവിൽ ഈ തീവ്ര മഴയ്ക്കുള്ള സാധ്യത മാത്രമാണ്. 3 മണിക്കൂറിലേക്കാണ് ഈ ഒരു സാധ്യത പ്രവചിച്ചിട്ടുള്ളത്. ശരി ഓക്കെ. മീര മനോഹരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നല്ല മഴയാണ്. നമ്മൾ ഈ കാണുന്ന പോലെ ഈ കൗടിയാറിൽ മരച്ചില്ല ഒടിഞ്ഞ് ഒരു അപകടവും ഉണ്ടായിട്ടുണ്ട്. 3 മണിക്കൂർ നേരത്തേക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റ് 6 ജില്ലകളിലും ഈ റെഡ് അലേർട്ട് സാഹചര്യമുണ്ട്.